വധശ്രമം മുതൽ സ്വർണ്ണ കവർച്ച വരെ നിരവധി കേസുകൾ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പോലീസ് സേനകളുടെ നോട്ടപ്പുള്ളി. കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷ് എന്ന പേര് കേട്ടാൽ കൊച്ചി വിറച്ചിരുന്നൊരു കാലമുണ്ട്. അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ ഏതു നിമിഷവും ഗുണ്ട ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും ഉണ്ടായിരുന്നു. ഒടുവിൽ തുടർച്ചയായുള്ള കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അനീഷിനെ കാപ്പ ചുമത്തി പോലീസ് ജയിലിലടച്ചു. നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത ഗുണ്ട നേതാവിനെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിരവധി കേസുകളിൽ അനീഷിനെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം സ്പായിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ അനീഷിനെതിരെ കേസെടുത്തിരുന്നു. സംഭവത്തിന് ശേഷം മൈസൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് അനീഷ് പിടിയിലായത്. കേരളത്തിൽ മാത്രം 50-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മരട് അനീഷ്. തമിഴ്നാട്ടിലും സ്വർണ്ണക്കവർച്ച അടക്കമുള്ള കേസുകളുണ്ട്. കർണാടകയിൽ അനീഷിനെതിരെ 5-ഉം തമിഴ്നാട്ടിൽ 3-ഉം കേസുകളുണ്ട്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്ന 5 കേസുകളിൽ 4-ഉം വധശ്രമ കേസുകളാണ്. കഴിഞ്ഞ വർഷം വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ അനീഷിനെ വധിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇതിൽ അമ്പായത്തോട് അഷ്റഫ്, ഹുസൈൻ കൊച്ചി എന്നിവർ പോലീസിന്റെ പിടിയിലായി. അനീഷ് നടത്തിയ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട കുടിപ്പകയുടെ ഭാഗമായാണ് ഈ വധശ്രമമെന്നാണ് പോലീസ് പറയുന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് മരട് അനീഷിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.